ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം നമ്മുടെ നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഒരു നാട്ടുകാർ മുഴുവനും അവരുടെ സ്രഷ്ടാവ് ആരാണ് അവരെ പടച്ചത്, എന്തിനാണ് അവരിങ്ങോട്ട് വന്നത്, എന്തിനാണ് ഈ ജീവിതം, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന കാലം അവർക്ക് സന്മാർഗ ദർശനത്തിന് അള്ളാഹു അയച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകന്മാർ. അവരിൽ അന്തിമ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതസ്മിനന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം എന്ന് ഋഷിമാരും മുനിമാരും ഒക്കെ പഠിപ്പിച്ച മരുഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ഒരു അന്ത്യപ്രവാചകൻ. മുത്തനബി തങ്ങൾ ജനിക്കുന്നതിന്റെയും 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചുപോയ പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷി രചിച്ച ഭവിഷ്യൽ പുരാണത്തിലെ ചില വചനങ്ങൾ ആണിവ. ലോകത്ത് ധർമ്മവും സത്യവും ഇല്ലാതാകുമ്പോൾ അങ്ങകലെ മരുഭൂമിയിൽ ഒരു അന്ത്യപ്രവാചകൻ വരും, അന്ത്യകൽക്കി വരും. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും. ആ പ്രവാചകന്റെ അനുയായികൾ മുസലൈ എന്നറിയപ്പെടുന്നവരാണ്. ആ പ്രവാചകനും അനുയായികളും ഒട്ടക സവാരി ചെയ്യുന്നവരാണ്. അവര് സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. ഇത് പറഞ്ഞത് ഇന്ത്യക്കാരനായ വ്യാസമഹർഷിയാണ്. അന്ത്യപ്രവാചകൻ വരുന്നത് ഭാരതത്തിലല്ലെന്നും ശിഷ്യഗണങ്ങളോടൊപ്പം മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം മരുഭൂമിയിൽ കടന്നു വരാൻ പോകുന്ന ദിവ്യ ജ്യോതിഷാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് എന്ന് വ്യാസമഹർഷി സൂചിപ്പിച്ചത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുള്ള ഒരു സദസ്സെന്ന നിലയിൽ ഞാൻ ഓർക്കുകയാണ്. വ്യാസമഹർഷി പറയുന്നത് പ്രവാചകൻ മരുഭൂമിയിൽ ജനിക്കുന്നത് AD 570 അതിന്റെയും 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പരാമർശം നടന്നത് എന്നോർക്കണം. ആ പ്രവാചകന്റെ ഉമ്മ സത്യവതി എന്നറിയപ്പെടുന്നു. പ്രവാചകന്റെ ഉമ്മ ദേവദാസൻ. പ്രവാചകന്റെ കുടുംബം ബ്രാഹ്മണ കുടുംബം. പ്രവാചകന്റെ അനുയായികൾ ആരാധനയ്ക്ക് സമയമായാൽ ശംഖ് വിളിക്കുകയോ ചെണ്ട കൊട്ടുകയോ ഇല്ല. അവർ ഉച്ചത്തിൽ വിളിച്ചു പറയും. അവര് പന്നിമാംസം തിന്നുന്നവരല്ല, അവര് സത്യത്തിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവരാണ്. ആ പ്രവാചകന്റെ കാലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപമേ നിങ്ങൾ എന്നെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രവാചകന്റെ കാല് കഴുകുമായിരുന്നുവെന്ന് വരെ രേഖപ്പെടുത്തി വെച്ച ഹൈന്ദവ പണ്ഡിതന്മാർ ഭാരതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. കേരളീയനായ ചക്രവർത്തി പെരുമാൾ കൊച്ചിയിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി പ്രവാചകരുടെ തിരുസന്നിധിയിൽ ചെന്ന മലയാളിയായ തിരുനബിയുടെ അനുയായിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ വലിയ അത്ഭുതമാണ്. അവരിൽ യൂറോപ്യന്മാരുണ്ട്, നബിയുടെ അനുയായികളിൽ ആഫ്രിക്കൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്. ആ ഏഷ്യക്കാരിൽ മുത്തുനബി തങ്ങളുടെ സ്വഹാബികളിൽ മലയാളിയായ ഒരു സ്വഹാബിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ? താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചക്രവർത്തി പെരുമാൾ കേരളീയനാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. തിരുനബിയുടെ മുമ്പിൽ അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരുന്നു. തിരുനബിയുടെ അനുയായികൾ അന്ന് മദീനയിൽ. അവർ ചോദിച്ചു, നബിയേ, ആ വരുന്നത് യമൻകാരല്ല, അവരുടെ വേഷം ഞങ്ങൾക്കറിയാം. ഇതൊരു വിചിത്രമായ വേഷം. ഭാരതീയരുടെ തനതായ വസ്ത്രവിധാനത്തിലാണ് ചക്രവർത്തി പെരുമാളും അനുയായികളും കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി സലാല വഴി മരുഭൂമിയിലൂടെ തിരുനബിയുടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ പ്രവാചക ശ്രേഷ്ഠന്റെ സന്നിധാനത്തേക്ക് വരുമ്പോൾ ഇഞ്ചി, സഞ്ചബീൽ, ജിഞ്ചർ, ഇഞ്ചി മുറബ്ബയാക്കിയ ഒരു ഭരണി നബിതങ്ങൾക്ക് സമ്മാനമായി കൊണ്ടുവന്നുകൊണ്ടാണ് കേരളീയനായ ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ മുമ്പിലേക്ക് വരുന്നത്. പോകാനൊരു കാരണമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ.
ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം വളരെ ദൂരത്തല്ല, അടുത്തെത്തിയിരിക്കുന്നു. അൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന് സംഭവിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒരു മുഅ്ജിസത്ത്, അമാനുഷികമായ സിദ്ധികളിൽ വെച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു സിദ്ധി, ചന്ദ്രൻ രണ്ട് പിളർപ്പായി ഒരൽപ്പനേരത്തേക്ക് മാറി നിന്ന മഹാത്ഭുതം കേരളത്തിൽ നിന്ന് കണ്ട ആളാണ് ചക്രവർത്തി പെരുമാൾ. പലരോടും അതിന്റെ പൊരുൾ ചോദിച്ചപ്പോ പായ്ക്കിനാവായിരിക്കാം, സ്വപ്നം കണ്ടതായിരിക്കാം. അല്ലല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. കൊച്ചിയിലേക്ക് അറബികൾ എന്ന കച്ചവടത്തിന് വരുന്നുണ്ട്. അവരോടും വിഷയം തിരക്കി. എപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ ദൈവദൂതനാണെന്നും ദൈവം അവർക്ക് അഭൗതികമായ രീതിയിൽ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും ഏകനായ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ആ ദൈവത്തിന് ചിത്രങ്ങളോ രൂപമോ ബിംബമോ ഇല്ലെന്നും പറയുന്നു. നാട്ടുകാർ ബിംബാരാധകരായിരുന്നു. അവര് ചോദിച്ചു, ഞങ്ങൾക്കതിന് തെളിവ് വേണം. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് ഈ ചന്ദ്രനെ പിളർത്തിത്തരാൻ കഴിയുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ഇറക്കുകയായിരുന്നു ആ പ്രവാചകൻ ചെയ്തത്. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി പിന്നീട് കൂടിച്ചേരുകയാണുണ്ടായത്. ഇതൊരു മഹാത്ഭുതമായി സംഭവിച്ചത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ കാഴ്ച കണ്ടാണ് ചക്രവർത്തി പെരുമാൾ കേരളത്തിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത്. അവര് പറഞ്ഞു, നബിയേ, ആരാണ് വരുന്നത്? അവര് യമനികളല്ല, യമൻകാരുടെ വേഷം ഞങ്ങൾക്കറിയാം. അവര് സിറിയക്കാരല്ല, അവര് റോമക്കാരല്ല, അവര് ഇറാഖികളല്ല നബിയെ, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, എത്യോപ്യക്കാരുമല്ല ഈ വരുന്നത്. ആരാണ് തിരുമേനിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഈ വരുന്നതെന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി, അത് ഇന്ത്യക്കാരാണ്, അത് ഇന്ത്യക്കാരാണ്, അവരോടൊപ്പമുള്ളത് അവരുടെ രാജാവാണ്. ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ മുമ്പിൽ വരികയും ഒരു ദ്വിഭാഷ മുഖേന ഹബീബിനോട് സംസാരിക്കുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തിരുനബിയുടെ മനോഹരമായ വിടർന്നു നിൽക്കുന്ന, പ്രഭതൂങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ മുഖം കാണുമ്പോഴേ മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല. അദീ ഇബ്നു ഹാത്തിം പറഞ്ഞ പോലെ, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ ഹബീബിനെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ, മുത്തുനബിയുടെ മുഖം ഞാൻ കാണുന്നു. ഫറഅയ്തു അന്നഹു മാ ഹുവ ബിവജ്ഹി കദ്ദാബ്. ആ തിരുനബിയുടെ മുഖം കാണുമ്പോൾ ഞാൻ അറിഞ്ഞു ഇത് നുണ പറയുന്ന ആളല്ല, കളവ് പറയുന്ന ആളല്ല. ഉടനെ വിശ്വസിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്താണ് വിശ്വസിക്കാൻ പറയുന്നത്? ഞങ്ങൾ വിശ്വസിക്കാം. പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് എന്ന ഞാൻ ആ അല്ലാഹുവിന്റെ അന്ത്യ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. മുസ്ലിമാകുന്നു ചക്രവർത്തി പെരുമാൾ. തിരുനബിയുടെ കൂടെ മദീനയിൽ ഒരൽപ്പകാലം താമസിച്ച് അവിടുന്ന് ചോദിച്ചു, ഞാൻ എന്റെ നാട്ടുകാരോട്, ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ? അതിന് സമ്മതം വാങ്ങി. ഒമാന് വഴി വേണം കപ്പൽ കിട്ടാൻ. സലാലയിൽ നിന്ന് കയറുന്ന കപ്പൽ അണയുന്നത് നമ്മുടെ കോഴിക്കോടടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത്. ആ കപ്പൽ കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ചക്രവർത്തി പെരുമാൾ. താജുദ്ദീൻ എന്ന ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് ഒമാനിലെ സലാലയിലാണ്. കപ്പൽ കയറാൻ വേണ്ടി വരുമ്പോൾ രോഗം ബാധിക്കുകയും തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം സലാലയിൽ തങ്ങുകയും അവിടെ തന്നെ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്ത് ഇന്നും ഒരു കേരളീയ ചുറ്റുപാടുള്ള കവുന്തോട്ടവും വെറ്റിലയും വാഴയും വളരുന്ന മരുഭൂമിയിലെ അത്യപൂർവമായ ഒരു ഭൂമികയാണ് സലാല
സലാലയുടെ ഭൂമിക. ഒമാനിൽ സലാലയിൽ പോയ ആളുകൾക്കറിയാം, ചക്രവർത്തി പെരുമാൾ കിടക്കുന്ന സ്ഥലം ഒരു കേരളത്തിന്റെ കഷ്ണമാണോ? അമ്പലപ്പാടിന്റെ മനോഹരമായ വാഴക്കൂട്ടങ്ങളിൽ കാണുന്ന പോലെ ഇന്ന് സലാലയിൽ ചക്രവർത്തി പെരുമാൾ കിടക്കുന്നിടത്ത് വാഴയുണ്ട്, തെങ്ങുണ്ട്. അവിടെ ഈത്തപ്പന വളരില്ല, അവിടെ തെങ്ങേ വളരൂ. അവിടെ പപ്പായയുടെ കൃഷിയുണ്ട്, അവിടെ അടക്കയുടെ കൃഷിയുണ്ട്. ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും കേരളത്തിന്റെ മണ്ണ് പോലെ. ആ മഹാമനുഷ്യന്റെ മനസ്സിന് അനുചിതമായി അല്ലാഹു ആ മണ്ണിനെ മാറ്റിമറിച്ചതോ ആവോ? ചക്രവർത്തി പെരുമാൾ ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. കേരളീയ മുസ്ലിമീങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് സത്യമതം സ്വീകരിക്കാൻ അങ്ങോട്ട് പ്രവാചകന്റെ അടികത്തേക്ക് വരെ 2700ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു മഹാപുരുഷൻ കേരളീയനാണ്. നമ്മൾ അറിയണം, ചക്രവർത്തി പെരുമാളിന്റെ ആ വിശ്വാസം നടക്കുന്നതിന്റെ മുമ്പാണ് ഭവിഷ്യപുരാണം രേഖപ്പെടുത്തിയ പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷി പറയുന്നത്, ഏതസ്മിനന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ലോകത്ത് ധർമ്മമില്ലാതാകുമ്പോൾ, ലോകത്ത് സത്യമില്ലാതാകുമ്പോൾ, മനുഷ്യന്മാർ മദ്യപാനികളും വ്യഭിചാരികളുമായി മാറുമ്പോൾ, കൊലപാതകികളും മർദ്ദകരുമായി മാറുമ്പോൾ, ധർമ്മം നിലനിൽക്കാതെ വരുമ്പോൾ, ലോകത്ത് ധർമ്മം പഠിപ്പിക്കാൻ ഒരു അന്ത്യപ്രവാചകൻ വരും. മഹാമത ഇതിഖ്യാത, ലോക പ്രശസ്തനായ ഒരു മഹാമത് വരും. ആ മഹാമത് കേരളത്തിലോ ഇന്ത്യയിലോ ആ പേരുള്ള ഒരു ഋഷിയോ മുനിയോ ഒരു ഹൈന്ദവ പണ്ഡിതനോ കഴിഞ്ഞു പോയിട്ടില്ല. മഹാമത് എന്ന പേരുള്ള അത് മരുഭൂമിയിൽ വന്ന മുഹമ്മദാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അനുയായികൾ മുസലൈ എന്നറിയപ്പെടുന്നവരാണ്. മുസ്ലിം എന്നതിന്റെ ഭാഷാഭേദമാണല്ലോ അത്. പ്രിയപ്പെട്ട ഉമ്മയുടെ പേര് പോലും, പ്രിയപ്പെട്ട ഉപ്പയുടെ പേര് പോലും സംസ്കൃതത്തിലോ മലയാളത്തിലോ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന വിധം ആമിന ബീവിയുടെ പൊന്നുമോൻ അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ആമിന റളിയല്ലാഹു അൻഹ. ആമിന എന്നാൽ സത്യസന്ധതയുള്ളവൾ എന്നാണ്. പ്രവാചകന്റെ ഉമ്മയുടെ പേര് വ്യാസമഹർഷി പറഞ്ഞത് സത്യവതി എന്ന്. പ്രവാചകന്റെ ഉപ്പയുടെ പേര് ദേവദാസൻ. അബ്ദുള്ള എന്നാൽ അള്ളാഹുവിന്റെ ദാസൻ എന്നാണ്. അബ്ദുള്ള എന്ന വചനത്തിന് മലയാളത്തിലേക്ക് മൊഴിമാറ്റുമ്പോൾ വരുന്ന അർത്ഥം നൽകിയാണ് പ്രവാചകന്റെ ഉപ്പയുടെ പേര് പറഞ്ഞത്. അവിടെ ആ കുടുംബം ബ്രാഹ്മണ കുടുംബമാണത്രേ. സുജൂദ് ചെയ്യുന്നവരുടെ മുതുകുകളിലൂടെ നബിയെ അങ്ങ് തലമുറയിലൂടെ കടന്നു വരുന്നത് നാം കണ്ടു നബിയെ. അങ്ങനെയാണ് അങ്ങ് കടന്നു വന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യസന്ധരായ ആളുകൾ, ബ്രഹ്മാവിനെ മനസ്സിലാക്കിയ ആളുകൾക്കാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ ബ്രഹ്മാവിനെ മനസ്സിലാക്കിയവനാണ്. ബ്രഹ്മാവെന്നാൽ സർവേശ്വരനായ ദൈവമാണ്, പടച്ച തമ്പുരാനാണ്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധാ ഏക ഏവ. ഏതൊരുത്തനാണോ പല നാമങ്ങളിൽ വിളിക്കപ്പെടുന്നത്, ഏതൊരുത്തനാണോ ബിംബങ്ങളോ രൂപങ്ങളോ ഇല്ലാത്തത്, ഏതൊരുത്തനാണോ സർവേശ്വരനായവൻ, ഏതൊരുത്തനാണോ സൃഷ്ടികർമ്മം നടത്തിയത്, ആ പടച്ച തമ്പുരാൻ അവൻ ഒന്നേ ഉള്ളൂ. ഏകം ഏവ, അവൻ ഒന്നാണ്. പല നാമങ്ങളിട്ട് വിളിക്കുന്നു എന്ന് ആർഷഭാരതത്തിൽ പഠിപ്പിച്ചു പോയത് ഹൈന്ദവ സംസ്കാരമാണ്. ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇവിടെ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ലോകത്ത് സത്യദീൻ പ്രബോധനം ചെയ്യാൻ വന്ന അന്ത്യപ്രവാചകർക്ക് തൊട്ടു മുമ്പ് വന്ന പ്രവാചകൻ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബി, യേശുക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബിയുടെ കാലം, ഈസാ നബി അലൈഹിസ്സലാമിന് ആകാശാരോഹണം നടന്നതിന്റെ ശേഷം 500 വർഷക്കാലം ഒരു നബിയും ലോകത്ത് വരാതിരുന്ന ഫത്രത്തിന്റെ കാലമുണ്ട്. ഫത്രത്തിന്റെ കാലത്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം നടക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 7 യുവാക്കളായിരുന്നവര്. യൗവനം, കരുതലോട് ചില കാൽവെപ്പുകൾ, മനുഷ്യന്റെ വിശ്വാസം, മനുഷ്യന്റെ വയറിനേക്കാളും നമ്മുടെ ശരീരത്തെക്കാളും ഭൗതിക ജീവിതത്തെക്കാളും അതിപ്രധാനമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം എന്ന തിരിച്ചറിവിലേക്ക് വിശുദ്ധ പ്രവാചകന്മാർ മനുഷ്യരെ ക്ഷണിക്കുകയായിരുന്നു. ഈമാൻ വലുതാണ്, ഈമാൻ വലുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ സത്യവിശ്വാസം കൈകൊള്ളുകയും കഠിനാധ്വാനം ചെയ്ത് തിന്മയെ പ്രതിരോധിക്കുകയും നന്മയെ സ്വാംശീകരിക്കുകയും തിന്മയെ തടയുകയും എന്നാൽ നന്മയെ വളർത്തുകയും ചെയ്യുന്നത്, ആരാണോ ആത്മശുദ്ധി വരുത്തുന്നത്, ആരാണോ പാപങ്ങളിൽ ചെന്നു ചാടാതെ ദിവ്യമായ വെളിപാടിലൂടെ ആരൊക്കെയാണോ സത്യസന്ദേശത്തിലായി ജീവിക്കുന്നത്, അവർക്ക് രക്ഷയുണ്ടെന്നും അവർക്ക് നാളെ അനന്തമായ ഒരു മരണവുമില്ലാത്ത ഒരു പ്രയാസവുമില്ലാത്ത വളരെ മനോഹരമായ സ്വർഗീയ ജീവിതം അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ എത്രയിടങ്ങളിലാണ് പറഞ്ഞത്.